ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ കലോത്സവത്തില് ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു സംവിധാനം തന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്ത് തോന്നുന്നു നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട്? ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങള് കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിയാണ്. കലാമണ്ഡലം വിദ്യാർത്ഥിയാണ്. ഓക്കെ. അവിടെ നിന്ന് ഞങ്ങൾക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അവസരമില്ല. അപ്പോൾ കലോത്സവത്തിന്റെ ഒരു സ്വാഗത നൃത്തം അവതരിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും ഭയങ്കര ഒരു അഭിമാനം തോന്നാണ്. മുഖ്യമന്ത്രിയുടെ മുന്നിലൊക്കെ ചെയ്യാനായിട്ട് എന്താ പറയണ്ടെന്ന് അറിയാം. ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ? എന്തൊക്കെയായാലും ഇതിൽ ഭാഗവാക്കാവാൻ പറ്റിയല്ലോ നമുക്ക്, നമ്മൾ തൃശ്ശൂരുകാരെന്നുള്ള നിലക്ക് അല്ലേ? മത്സരങ്ങളുടെ ഒരു അവസ്ഥ, ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ആദ്യം ഞങ്ങളുടെ സ്വാഗത നൃത്തമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരാഴ്ചയായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊണ്ടുവരാന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മാക്സിമം അത് പ്രവർത്തിച്ചു. ചെറിയ തോതിലാണെങ്കിലും അല്ലേ, നമ്മൾ കണ്ടു. വളരെ സന്തോഷം, നല്ല ഉഷാറായിരുന്നു. ഓക്കെ, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതെ അതെ. ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ടീച്ചേഴ്സും നല്ല ഹാർഡ് വർക്ക് ആയിട്ട് ഞങ്ങൾക്ക് ഒരാഴ്ചയായിട്ട് ക്ലാസ്സും ഇല്ലാണ്ട് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഏറ്റവും നന്നായിട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കാനും നല്ലൊരു അഭിപ്രായം കേൾക്കാനും വേണം. അതെ അതെ, മുഖ്യമന്ത്രിയുടെ മുന്നിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജില്ലാ കളക്ടറുടെ മുന്നിൽ നമുക്ക് പരിപാടി അവതരിപ്പിക്കാൻ പറ്റി. ഭയങ്കര സന്തോഷത്തിലാണ് അല്ലേ? അത് മുഖത്ത് കാണാനുണ്ട്. ഓക്കെ, നമുക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തില് നല്ല രൂപത്തില് എല്ലാ ആളുകൾക്കും വളരെ സന്തോഷകരമായ രൂപത്തില് പരിപാടി നടക്കട്ടെ. എല്ലാവിധ ആശംസകളും ബെൽസലിന്റെ ഭാഗത്തു നിന്ന് നേരുന്നു. താങ്ക് യു.